ഹലോ ഗായ്സ്, ഇന്നൊരു വളിച്ച് ചിരിയും ചിരിച്ചുകൊണ്ട് സ്നാപ്ചാറ്റ് ഫിൽറ്ററിൻ്റെ കൂടെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ ഗൈസ്, ബലിയാണ്. ബലി ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെയാണ്. സോ എല്ലാവരും ബലിക്കിടാൻ പോയോ? സോ പോയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് സദ്യയാണ്. സദ്യയ്ക്ക് വേണ്ടി കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സോ അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സദ്യയൊക്കെ ആണോ? കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലുമൊക്കെ വലിയ പറയുക, കമൻറ്റ് ചെയ്യൂ. തെറി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ കേൾക്കുന്നതായിരിക്കും. സോ അപ്പം അധികം കറിയൊന്നും ഇല്ലാത്ത ഒരു സദ്യയാണ്. കാരണം കറി ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ നമ്മൾ ഓണത്തിന് വയ്ക്കുമ്പോൾ അത് അത്രയും കറികളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഞാൻ പാലട പായസമാണ് ഇന്ന് വെച്ചത്. അപ്പോൾ പിന്നെ എനിക്ക് ബോളി ഇല്ലാതെ തിന്നാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. സമയം നേരെ ഞാൻ ബോളി വാങ്ങിക്കാൻ വേണ്ടി പോയി. മഴയത്ത് തന്നെ ഞാൻ പോയി ഗൈസ്, നല്ല മഴയായിരുന്നു. പിന്നെ ബോളി വെച്ച് തിരിച്ച് വന്ന് അമ്മ വാഴയിലൊക്കെ വെച്ച് അതിലേക്ക് ഓരോന്നോരോന്നൊരു സാധനങ്ങൾ വെച്ച് തുടങ്ങി. അത് ഇഞ്ചിക്കറി. ഈ ഇഞ്ചിക്കറി ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇതിന് വെക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് നീതിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കാരണവരെയൊക്കെ മനസ്സിൽ വെച്ച് അവരത് എന്തോ ഒരു സംഭവം ഇല്ലേ, അതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഓരോന്നായിട്ട് വെക്കുന്നുണ്ട്. എല്ലാം വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ചോറ് കൂടെ വെച്ചു. നല്ല മുല്ലപ്പോലത്തെ ചോറല്ലേ ഗൈസ്. അങ്ങനെ ചോറ് വെച്ചു, അതിൻ്റെ കൂടെ പരിപ്പ് കറി ഒഴിച്ചു. സാമ്പാറില്ലായിരുന്നു കേട്ടോ ഗൈസ്, സാമ്പാർ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പരിപ്പ് കറി ഉണ്ടല്ലോ, പിന്നെ എന്തിന് സാമ്പാർ, പോലെ തന്നെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചു, പിന്നെ എന്തിന് സാമ്പാറൊക്കെ. പിന്നെ നെയ്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്, കാരണവരെയൊക്കെ മനസ്സിൽ വെച്ചില്ലേ. പിന്നെ ഇത് ഒരെണ്ണം കാക്കയ്ക്ക് കൊടുക്കാവുന്ന ഒരു സാധനം, അത് ഞാൻ മേളിൽ കാക്കയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. മേലിനെ ക്രാന്ന് വിളിച്ചിട്ട് ഒരു കാക്ക വരെ വന്നില്ല. അവസാനം കുറച്ച് ഒരു കാക്ക അവിടെ വന്ന് നിന്ന്. അത് നിന്നാണ് എനിക്ക് തോന്നുന്നത്, നോക്കിയില്ല ഞാൻ. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ. പിന്നെ അതൊക്കെ കയറി അകത്തിരുന്ന് കൂട്ടിക്കൊഴിച്ച് തിന്നാൻ നോക്കി. അത് ചോറും പരിപ്പ് കറിയും ഒരു പിടി പിടിച്ച് എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള തോരനും ചിക്കനും പപ്പടവും എല്ലാം കൂടെ കുഴച്ച് വെച്ച് ഒരു പിടി പിടിച്ചു. ഗായ്സ്, സ്വർഗ്ഗം കണ്ട് ഗൈസ്, സ്വർഗ്ഗം. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ തിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബോളിയും പായസവും കൂടെ എൻ്റെ ബെസ്റ്റ് കോംബോ ആണ്. പാലട പായസവും ബോളിയും. മറ്റേത് പായസം എനിക്ക് നോക്കണം, പക്ഷേ പാലട പായസം ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പിന്നെ എന്ത് തിന്നും. പിന്നെ അതൊക്കെ തിന്ന് കൈയൊക്കെ പഠിച്ച് നേരെ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.